ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ലൈൻ. ഓൾറെഡി പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇനി മുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഇനി മുതൽ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെയുള്ള ഡിസിഷൻസ് എങ്ങനെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കും? ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് വരാം. എ കമ്പനി പ്രൊഡ്യൂസ് 3 products A, B, C. Management decides to discontinue one product and increase production of other 2 products by 50%. Okay, the company decides to discontinue C. എയും ബിയും സിയും എന്ന് പറയുന്ന 3 പ്രൊഡക്റ്റുകൾ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൽ സി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി എയും ബിയും 50% പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട്. അപ്പോൾ എ 3000 യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എയുടെ 3000ൻ്റെ 50% പറഞ്ഞാൽ 1500 യൂണിറ്റ്സൂടെ പ്രൊഡക്ഷൻ കൂട്ടി മൊത്തം 4500 യൂണിറ്റ്സ് എ പ്രൊഡ്യൂസ് ചെയ്ത്, ബിയും അതുപോലെ തന്നെ 2000 ആണ്, 1000 കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് മൊത്തം 3000 യൂണിറ്റ്സ് ബിയും പ്രൊഡ്യൂസ് ചെയ്ത് സിയുടെ പ്രൊഡക്ഷൻ മൊത്തത്തോടെ നിർത്താനാണ് കമ്പനിയുടെ പ്ലാൻ. നമ്മൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടി നമ്മൾ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓവറോൾ പ്രോഫിറ്റ്, ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓവറോൾ പ്രോഫിറ്റ് എങ്ങനെയാണ്, സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓവറോൾ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കി മൂന്നും കൂടെ കമ്പയർ ചെയ്ത് ഏത് പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്താലാണ് ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്നത് ആ പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ കോൺട്രിബ്യൂഷനൊക്കെ കാണാനായിട്ടുള്ള ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. എ 3000 ആണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബി 2000, സി 5000. ഓക്കെ, മെറ്റീരിയൽ എയുടെ 18 ആണ്, ബിയുടെ 26, സിയുടെ 30. അതുപോലെ വേജസും വേരിയബിൾ ഓവർഹെഡും ഫിക്സഡ് ഓവർഹെഡും തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു യൂണിറ്റിന് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കണ്ടാൽ അറിയാം കമ്പനി എന്തുകൊണ്ടാണ് സി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. അവർ നോക്കിയപ്പം ഏറ്റവും കുറവ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് കിട്ടുന്നത് സിക്കാണ്. അതുകൊണ്ടാണ് സി ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ ഈ ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. സെല്ലിംഗ് പ്രൈസ് എയുടെ 40 ആണ്, ബിയുടെ 60 ആണ്, സിയുടെ 59 ആണ്. ഓക്കെ, ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റുകൾ കുറയ്ക്കുകയാണ്. മെറ്റീരിയൽ 18, വേജസ് 7, വേരിയബിൾ ഓവർഹെഡ് 2 കുറച്ച് കഴിയുമ്പം എ നൽകുന്ന കോൺട്രിബ്യൂഷൻ 13 ഉള്ളൂ, ബിയോ 22, സി 16. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പ്രോഫിറ്റിനെ ബേസ് ചെയ്ത പോലെ അല്ല കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തപ്പം എ ആണ് ഏറ്റവും കുറവ് കോൺട്രിബ്യൂഷൻ തരുന്നത്, ബി ആണ് ഏറ്റവും കൂടുതൽ, സി നടുക്ക്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മുടെ കാൽക്കുലേഷൻ തീരുന്നില്ല. ഇതിൻ്റെ ബേസിൽ നമ്മളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. എ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ബിയുടെയും സിയുടെയും പ്രൊഡക്ഷൻ കൂട്ടിയാൽ എങ്ങനെയാണ്, ബി ഡിസ്കണ്ടിന്യൂ ചെയ്ത് എയുടെയും സിയുടെയും പ്രൊഡക്ഷൻ കൂട്ടി എങ്ങനെയാണ്, സി ഡിസ്കണ്ടിന്യൂ ചെയ്ത് എയുടെയും ബിയുടെയും പ്രൊഡക്ഷൻ കൂട്ടി എങ്ങനെയാണ്. ഈ 3 കേസസും നമ്മൾ ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കുള്ളൂ. അപ്പോൾ ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കാണണം. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിരിക്കുന്നത് നമുക്ക് അങ്ങനെ പെർ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാനല്ല. ഇപ്പം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്താൽ ഫിക്സഡ് കോസ്റ്റ് മാറില്ല. സോ പഴയ നമ്പർ ഓഫ് യൂണിറ്റ്സ് വെച്ച് ഫിക്സഡ് കോസ്റ്റിൻ്റെ ടോട്ടൽ ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എയുടെ ഫിക്സഡ് കോസ്റ്റ് 5 ആണ്, എ 3000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബിയുടെ ഫിക്സഡ് കോസ്റ്റ് 8 ആണ്, 2000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സിയുടെ ഫിക്സഡ് കോസ്റ്റ് 9 ആണ്, 5000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 76,000 കിട്ടി. ഇനി നമ്മൾ ഓരോ കേസും അനലൈസ് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പം എ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന കേസിൽ ബിയുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാവും? 3000. 2000 ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, 2000 യൂണിറ്റ്സ് ആയിരുന്നു ബി പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പം ബാക്കിയുള്ളവയുടെ പ്രൊഡക്ഷൻ 50% കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2000ൻ്റെ 50% 1000 ആണ്, 1000 കൂടും. 2000 + 1000 3000. അങ്ങനെ ബിയുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് 3000 ആയി, സിയുടെ അതുപോലെ കൂടി 7500 ആയി. ഓക്കെ, ഇനി ബിയുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബിയുടെ എത്രയാണ്? 22 ആണ്. കോൺട്രിബ്യൂഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് അല്ല, സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ 22 × 3000 ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ ബിയുടെ 3000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 66,000. സിയുടെയോ 1,20,000.
ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ, നമ്മൾ ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റ് ബി എം സി മാത്രമാണെങ്കിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 66,000 പ്ലസ് 1,20,000, 1,86,000. ഈ 1,86,000 നിന്ന് ഫിക്സഡ് കോസ്റ്റും കൂടെ കുറച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് 1,10,000. ഇനി അതുപോലെ ബി ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണെങ്കിലോ? ബി ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ എയുടെ പ്രൊഡക്ഷൻ, എ 3,000 യൂണിറ്റ്സ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, അത് 50% കൂടി 4,500 ആയി, സി 7,500 ആയി. ഇനി കോൺട്രിബ്യൂഷൻ എയുടെ 13 ആയിരുന്നു, ഇൻറ്റു 4,500 58,500, ബിയുടെ 1,20,000. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1,78,500. ഫിക്സഡ് കോസ്റ്റ് മാറ്റമൊന്നുമില്ല, 76,000 ആണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എത്രയാണ്? 1,02,500. ഇനി സി ആണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിലോ? മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്ത പോലെ സി ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ എയുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് 4,500 ആവും, ബിയുടെ 3,000 ആവും. എയുടെ കോൺട്രിബ്യൂഷൻ 58,500, ബിയുടെ 66,000, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1,24,500. ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ 48,500. ഓക്കെ, ഇതിൽ ഈ കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ വെച്ച് നോക്കുമ്പം ഏത് പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്? എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നത്. പ്രോഫിറ്റിൻ്റെ ബേസിൽ നോക്കിയാലും അങ്ങനെ തന്നെ. സോ നമ്മുടെ ഫൈനൽ ഡിസിഷൻ എന്താണ്? സി ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്, എ ഡിസ്കണ്ടിന്യൂ ചെയ്താലാണ് നമുക്ക് മാക്സിമം കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. സോ എ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ബിയുടെയും സിയുടെയും പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.